ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. ചാലക്കുടിയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. നോർത്ത് ചാലക്കുടിയിലെ ഗോഡൌണിലാണ് തീപിടിച്ചത്. ഇപ്പോൾ ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്ത്, അതായത് പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യെസ്, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ്. നിലവിൽ എങ്ങനെയാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്? ചാലക്കുടിയിലെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ നോർത്ത് ചാലക്കുടിയിലുള്ള ഒരു പെയിന്റ് ഗോഡൌണിന് തീപിടിച്ചത്. ചാലക്കുടിയിലെ ഈസ്റ്റേൺ സ്പേസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌൺ തീപിടിച്ചതിന്റെ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യൂണിറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അങ്ങോട്ട് എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോഴും തീയണക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ കടകളിലേക്ക് കൂടി ഈ തീപിടുത്തം വ്യാപിക്കുമോ എന്നൊരു ആശങ്ക മറ്റു പലരും പങ്കുവയ്ക്കുന്നുണ്ട്. വിദൂരത്തായിട്ട് ഇത്തരത്തിലൊരു ഗ്യാസ് ഗോഡൌൺ ഉണ്ട് എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സ്ഥിരീകരിക്കാത്തൊരു വിവരമാണത്. ഗ്യാസ് ഗോഡൌണിൽ അവിടുന്ന് സമീപവാസികളിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന വിവരം സമീപത്തായിട്ട് അത്തരം ഒരു ഗ്യാസ് ഗോഡൌൺ ഉണ്ട് എന്ന് പറയുന്നു. അത് വിഷയത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു, തീവ്രത കൂട്ടുന്നു. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഇപ്പോൾ നോർത്ത് ചാലക്കുടിയിലുള്ള ഈസ്റ്റേൺ സ്പേസിന്റെ ഗോഡൌണിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ശരത്തെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു യൂണിറ്റ് മാത്രമേ അവിടെ ഫയർഫോഴ്സിന്റെ കാണാനുള്ളൂ, അങ്ങനെ തന്നെയാണോ? നിലവിൽ ദൃശ്യങ്ങൾ ലഭിക്കുന്ന സമയത്ത് 2 യൂണിറ്റാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ യൂണിറ്റ് എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ അവിടെ ഇത്തരത്തിലുള്ള വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തീപിടുത്തം അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, തീപിടുത്തത്തിനുള്ള കാരണം എങ്ങനെയാ പറയുന്നത്? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീ അടച്ചതിനു ശേഷം ഇത്തരം കാര്യങ്ങളിൽ കടക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മോട് സംസാരിക്കുന്നതോട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ തീപിടുത്തത്തിന് കാരണമായിട്ടുള്ള എന്താണ് സാഹചര്യം, എന്താണ് കാരണം എന്ന കാര്യത്തിനെക്കുറിച്ച് വ്യക്തതയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചനകളൊന്നുമില്ല. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ നോർത്ത് ചാലക്കുടിയിലുള്ള ഈസ്റ്റേൺ സ്പേസിന്റെ ഗോഡൌണിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചിരിക്കുകയാണ്. നിലവിൽ മറ്റു രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. സമീപ പ്രദേശങ്ങളിലേക്ക്, സമീപ കടകളിലേക്ക്. ചാലക്കുടിയിലാണ് ഇത്തരത്തിലൊരു വൻ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നോർത്ത് ചാലക്കുടിയിലെ ഗോഡൌണിലാണ് തീപിടിച്ചത്. പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമല്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ ശരത് ഓങ്ങല്ലൂർ പറയുന്നത്. ഒപ്പം തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ ഇപ്പോൾ ഈ പ്രദേശത്ത് ഉണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ ഇതിൽ ആശങ്കപ്പെടേണ്ട ചെറിയ സാഹചര്യം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് വേറൊരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് എന്നാണ്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നും ശരത് ഓങ്ങല്ലൂർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രദേശവാസികൾ ഈ പ്രദേശത്ത് നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പെയിന്റ് സൂക്ഷിക്കുന്ന ഗോഡൌണിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇന്ന് രാവിലെ ഉണ്ടായത്. ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിലേക്കൊക്കെ ഇനി അടുത്ത മണിക്കൂറുകളിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ഈ തീ അണച്ചതിന് ശേഷമായിരിക്കും ഇതിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ചാലക്കുടി നോർത്ത് ഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയുള്ള പ്രദേശത്ത് തന്നെയാണ്. ശരി, ഇപ്പോൾ ശരത്ത് വീണ്ടും ചേരുന്നുണ്ട്. ശരത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. ശരത്ത് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ മറ്റ് കെട്ടിടങ്ങളിലേക്കൊക്കെ പകരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ അതിന് മുൻപ് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കറിയാം ഈ പെയിന്റാണ്, ഒപ്പം തന്നെ ഈ തീ കത്തിപ്പിടിക്കാനുള്ള ചില വസ്തുക്കളൊക്കെ ചിലപ്പോൾ അവിടെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അവിടെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടി പുരോഗമിക്കുന്നത്. ശരത്. തീർച്ചയായിട്ടും ഭദ്ര, അത് തന്നെയാണ് ഇതിനകത്ത് വലിയ രീതിയിൽ ആശങ്ക പടർത്തുന്നത്. കാരണം പെയിന്റ് ഗോഡൌണിനാണ് ഇത്തരത്തിൽ തീ പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തീ ആളിപ്പടരാനുള്ള ഒരു സാഹചര്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സമീപ കടകളിലേക്ക് ഇത്തരത്തിൽ തീ പടരാതിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുക ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയിട്ടാണ് അവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് കൂടി ഉടനടി എത്തുമെന്നാണ് നമുക്കറിയുന്നത്.
സമീപ കടകളിലേക്ക് ഇത്തരത്തിൽ തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിലുണ്ടായ ഒരു തീപിടുത്തം നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ വലിയൊരു തീപിടുത്തമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തീ അണയ്ക്കൽ എത്രയും പെട്ടെന്ന് തീ അണച്ചുകൊണ്ട് അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതിനുള്ള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ ഫയർഫോഴ്സുകളെയും അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇപ്പോൾ അവിടെ ഉള്ളത്.